വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. വിശുദ്ധ ബൈബിളിൽ നിഗൂഢ മനുഷ്യനായിട്ട് കാണപ്പെടുന്ന വേദപണ്ഡിതന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഒരു നിഗൂഢ മനുഷ്യനായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് മൽക്കിസേദക്ക് എന്ന് പറയുന്ന പുരോഹിതൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുമ്പോൾ മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അത് ഈ മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്ന് പറയുവാൻ ആ എബ്രായ ലേഖന കർത്താവ് ഉദ്ധരിച്ച ഒന്ന് രണ്ട് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഒരു നിഗൂഢ മനുഷ്യനാണ് എന്ന് പറയുവാനുള്ള കാരണം. ഞാനതിൻ്റെ ഒന്ന് രണ്ട് വാചകങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കിസേദെക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്നു വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഈ എബ്രായ ലേഖന 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രനായി തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോഴാണ് ഒരു നിഗൂഢതയുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പിതാവില്ല, മാതാവില്ല, അവന് വംശാവലിയില്ല, അവന് ജീവ ആരംഭമില്ല, ജീവ അവസാനമില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു നിഗൂഢമായ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു അപ്രമേയനായ മനുഷ്യനാണെന്ന് തോന്നും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന് ജീവാരംഭമില്ല, ജീവ അവസാനവുമില്ല. അപ്പോൾ ജീവാരംഭവും ഇല്ലാത്തതും ജീവ അവസാനം ഇല്ലാത്തതുമായ ഒരു വ്യക്തി ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ മൽക്കിസേദേക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുമ്പോഴും അവന് ജീവ ആരംഭവും ഇല്ല, ജീവ അവസാനവും ഇല്ല എന്ന് പറയുമ്പോൾ മൽക്കിസേദേക്ക് ദൈവമാണെന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. അപ്പം മൽക്കിസേദേക്കിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അപ്പോൾ ജീവാരംഭം ഇല്ലാത്തതും ജീവ അവസാനമില്ലാത്തതും നിത്യനായിരിക്കുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. അതുപോലെ മൽക്കിസേദേക്ക് നിത്യനായിരിക്കുന്ന വ്യക്തിയാണെന്നല്ല ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം ലഭിച്ചതിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന് പാരമ്പര്യപ്രകാരം ലഭിച്ച പൗരോഹിത്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഈ എബ്രായ ലേഖന കർത്താവ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നും സങ്കീർത്തനം 110-ാം സങ്കീർത്തനത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് മൽക്കിസേദേക്കിനെ കുറിച്ച് പറയുന്നത്. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ മൽക്കിസേദേക്കിനെ കുറിച്ച് പറയുന്നത് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു എന്നാണ്. അപ്പോൾ തന്നെ അവൻ ശാലേം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ രണ്ട് ശുശ്രൂഷ അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, അദ്ദേഹം രാജാവായിരുന്നു, മറ്റ് ആ സമയത്ത് തന്നെ അദ്ദേഹം പുരോഹിതനുമായിരുന്നു. ഈ എബ്രായ സന്തതികളായ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ അബ്രഹാമിന് ശേഷം ദൈവം പ്രമാണം നൽകുന്ന ആ പ്രമാണത്തിൽ പുരോഹിതന്മാരെ വാഴിക്കുവാനായിട്ട് ദൈവം ഒരു ഗോത്രത്തെ തിരഞ്ഞെടുത്തു. അത് ലേവി ഗോത്രമാണ്. അപ്പം ലേവി ഗോത്രത്തിൽ പെട്ടവരെ മാത്രമേ പുരോഹിതനാക്കാവുള്ളൂ എന്നുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു കൽപ്പന ആ പ്രമാണത്തിൽ ദൈവം ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ പുരോഹിതന്മാർക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ഗോത്രമാണ് ലേവ്യ ഗോത്രം. അതുപോലെ തന്നെ രാജാക്കന്മാരെ വാഴിക്കുവാൻ വേണ്ടി വേർതിരിച്ച ഒരു ഗോത്രമാണ് യഹൂദാ ഗോത്രം. അപ്പോൾ യഹൂദാ ഗോത്രത്തിലുള്ള രാജാക്കന്മാർക്കെല്ലാം വംശാവലിയുണ്ട്, അവർക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, പാരമ്പര്യമുണ്ട്. അവർ പരമ്പരാഗതമായി രാജാക്കന്മാരായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ജീവ അവസാനവുമുണ്ട്, ജീവ ആരംഭവുമുണ്ട്. അതുപോലെ തന്നെ ലേവി ഗോത്രത്തിൽ നിന്നാണ് പുരോഹിതന്മാരെ നിയമിക്കുന്നത്. അപ്പോൾ ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർക്ക് പിതാവുണ്ട്, മാതാവുണ്ട്, വംശാവലിയുണ്ട്,
അവർക്ക് ജീവാരംഭമുണ്ട്, ജീവാവസാനവുമുണ്ട്. അപ്പോൾ അവർ പാരമ്പര്യപ്രകാരം പുരോഹിതന്മാരായി തീരുന്നു, പാരമ്പര്യപ്രകാരം രാജാക്കന്മാരായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇവൻ പാരമ്പര്യപ്രകാരം പുരോഹിതനായതല്ല, പാരമ്പര്യപ്രകാരം രാജാവായതുമല്ല. അപ്പം ഇവന് രാജാവായതും ഇവൻ പുരോഹിതനായതും ദൈവം നേരിട്ട് നിയോഗിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് മൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു പുരോഹിതനാണെന്നാണ് പറയുന്നത്. അപ്പം ഈ യേശുക്രിസ്തുവിനെ പുരോഹിതനാക്കിയത് പാരമ്പര്യപ്രകാരം അല്ലെങ്കിൽ പൂർവന്മാരുടെ ആ ക്രമം അനുസരിച്ച് യേശുക്രിസ്തു പൗരോഹിത്യ ഗോത്രത്തിൽ ജനിച്ച് വന്ന് പുരോഹിതനായതല്ല യേശുക്രിസ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതനായ ആ മൽക്കിസദേക്ക് ഒരു പൗരോഹിത്യ ഗോത്രത്തിലും ഉൾപ്പെട്ടവനല്ല. അബ്രാഹാമിൻ്റെ ഒരു സന്തതി പരമ്പരകളിലുള്ള ഒരു ഗോത്രത്തിലും ഉൾപ്പെട്ടവനല്ല. അബ്രാഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് ഗോത്രങ്ങളുണ്ടായി. ഗോത്രങ്ങളെല്ലാം ചേർന്നൊരു രാഷ്ട്രമുണ്ടായി. ആ രാഷ്ട്രത്തിൽ 2 ഗോത്രങ്ങളെ മാത്രം ദൈവം പ്രത്യേകമായി വേർതിരിച്ചതുണ്ട്. ഒന്ന് പൗരോഹിത്യം നിലനിർത്തേണ്ടതിനു വേണ്ടി ലേവ്യ ഗോത്രത്തെയും രാജാക്കന്മാരെ വാഴിക്കേണ്ടതിന് യഹൂദ ഗോത്രത്തെയും ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഈ 2 ഗോത്രങ്ങളിലും പെട്ട ആളല്ല മൽക്കിസദേക്ക് എന്ന് പറയുന്നത്. കാരണം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് ഗോത്രങ്ങളായി രാഷ്ട്രമായി തീർന്നുകൊണ്ട് അവർക്ക് ദൈവം പ്രമാണം നൽകുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് മൽക്കിസദേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗോത്രങ്ങളായിട്ടോ ഇവരുടെ പാരമ്പര്യമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുമ്പോൾ ഈ മൽക്കിസദേക്കിനെ ഉദ്ധരിച്ച് പറയുവാനുള്ള കാരണം 110 സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ആ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവും പറയുന്നത്. കാരണം സങ്കീർത്തനം 110:4 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് മൽക്കിസദേക്ക് എന്ന് പറയുന്ന ആ ഒരേ സമയം രാജാവും ഒരേ സമയം പുരോഹിതനുമായിരുന്ന ആ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം ആണ് യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ എന്നേക്കും പുരോഹിതനാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൽക്കിസദേക്ക് വംശാവലി പ്രകാരം പുരോഹിതനായതല്ല, പാരമ്പര്യപ്രകാരം പുരോഹിതനായതല്ല, അവനെ ദൈവം പുരോഹിതനാക്കിയതാണ്. അത് എന്നേക്കും എന്ന് പറയാനുള്ള കാരണം ഈ സദേക്കിൻ്റെ മക്കളായിട്ട് പിന്നീട് പുരോഹിതന്മാരായിട്ടില്ല. അതായത് മൽക്കിസദേക്കിനെ വേറൊരു പുരോഹിത വംശാവലിയിൽ നിന്ന് ഉണ്ടായ പുരോഹിതനല്ല മൽക്കിസദേക്ക്. അതുപോലെ തന്നെ മൽക്കിസദേക്ക് എന്ന് പറഞ്ഞ പുരോഹിതനിൽ നിന്ന് പിന്നീട് പുരോഹിതൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം മൽക്കിസദേക്ക് പുരോഹിത പാരമ്പര്യത്തിൽ ജനിച്ച പുരോഹിതനല്ല. അതുപോലെ തന്നെ മൽക്കിസദേക്കിൻ്റെ ശേഷം മൽക്കിസദേക്കിന് പിന്നെ പുരോഹിതന്മാരായ മക്കളുമില്ല. അതുകൊണ്ടാണ് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നത്. യേശുക്രിസ്തു ജനിച്ചതും യേശുക്രിസ്തു പുരോഹിതനായതും ലേവ്യ പൗരോഹിത്യ വംശപ്രകാരം അല്ലെങ്കിൽ പാരമ്പര്യപ്രകാരം യേശുക്രിസ്തു പുരോഹിതനായതല്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു പുരോഹിതനായതിനു ശേഷം യേശുക്രിസ്തുവിൽ നിന്ന് പിന്നീട് പുരോഹിതന്മാരായി ആരും നിയോഗിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്നേക്കും പുരോഹിതനായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മൽക്കിസദേക്കിന് മുമ്പ് പുരോഹിത വംശത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനല്ല മൽക്കിസദേക്ക്. അതുപോലെ തന്നെ മൽക്കിസദേക്കിന് ശേഷം മൽക്കിസദേക്കിൽ നിന്ന് ഉത്ഭവിച്ച പുരോഹിതന്മാരുമില്ല. അതുകൊണ്ടാണ് മൽക്കിസദേക്ക് എന്നും പുരോഹിതനായിരുന്നു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ക്രമപ്രകാരമാണ് യേശുക്രിസ്തുവിനെ ദൈവം പുരോഹിതനാക്കിയത്. അതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ നിയമിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. ആ ഗോത്രത്തിൽ യേശുക്രിസ്തു ജനിച്ചില്ല. ആ ഗോത്രപ്രകാരമല്ല, ആ പൗരോഹിത്യ മര്യാദ പ്രകാരമല്ല യേശുക്രിസ്തു പുരോഹിതനായത്. മറിച്ച്
ദൈവത്താൽ അവൻ പുരോഹിതനാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ഞാനൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കിസെദേക്കിന് സമാനമായി ഉദിച്ചു. അതെ, ഈ ജഡസംബന്ധമായ കൽപ്പനകളുടെ പ്രമാണത്താലാണ് എല്ലാ പുരോഹിതന്മാരെയും നിയമിച്ചത്. എന്നാൽ മൽക്കിസെദേക്ക് എന്ന് പറയുന്ന പുരോഹിതനെയും യേശുക്രിസ്തു എന്ന് പറയുന്ന പുരോഹിതനെയും നിയമിച്ചത് ജഡസംബന്ധമായ കൽപ്പനകളുടെ പ്രമാണത്താലല്ല, ദൈവം അഴിഞ്ഞു പോകാത്ത ജീവന്റെ പ്രമാണത്താലാണ് യേശുവിനെ നിയമിച്ചത്. അത് മൽക്കിസെദേക്കിനെ ദൈവം നേരിട്ട് നിയമിച്ചതുപോലെയുള്ള നിയമനമാണെന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ മൽക്കിസെദേക്ക് എന്ന് പറയുന്ന മനുഷ്യന് ദൈവത്താൽ നിയമിക്കപ്പെട്ട പുരോഹിതനായിരുന്നതുപോലെ തന്നെ യേശുക്രിസ്തുവും ഇവിടെ ജഡസംബന്ധമായ കൽപ്പനകളാലോ അല്ലെങ്കിൽ പാരമ്പര്യപ്രകാരമുള്ള പൗരോഹിത്യ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതോ ആയ പുരോഹിതനല്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അത് ജീവന്റെ പ്രമാണത്താൽ ഉളവായ ഒരു പുരോഹിതനാണ്. ദൈവത്താൽ നിയമിതനായ, നേരിട്ട് നിയമിക്കപ്പെട്ട പുരോഹിതനാണ് യേശുക്രിസ്തു എന്നാണ് പറയുന്നത്. അവന് പൗരോഹിത്യ ഗോത്രവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ പൗരോഹിത്യ ഗോത്രമായിട്ട് ബന്ധമില്ലാത്ത ദൈവത്താൽ നിയമിക്കപ്പെട്ട പുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് പിന്നീട് പുരോഹിതന്മാർ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നിത്യമായി പുരോഹിതനായിരിക്കുന്നത്, അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശാലേം രാജാവും പുരോഹിതനുമായിരുന്ന മൽക്കിസെദേക്ക് ഒരേ സമയം തന്നെ രാജാവുമായിരുന്നു, പുരോഹിതനുമായിരുന്നു. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരേ സമയം രാജാവുമാണ്, ഒരേ സമയം അവൻ പുരോഹിതനുമാണ്. അപ്പോൾ രാജാവും പുരോഹിതനുമായ ഒരേ സമയമായിരിക്കുന്നത് അപൂർവമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അപൂർവമായ ഒരു സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് മൽക്കിസെദേക്ക്. ഒരേ സമയം രാജാവും പുരോഹിതനുമായിരുന്നു. അതുപോലെ തന്നെ അപൂർവമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ് യേശുക്രിസ്തു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അവൻ ഒരേ സമയം രാജാവും ഒരേ സമയം പുരോഹിതനുമായിരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചാണ് വിദ്വാൻമാർ വരുന്നത്. അപ്പോൾ അവൻ ജനിച്ചത് തന്നെ രാജാവായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ആ രാജാവ് പൗരോഹിത്യ ഗോത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തി ആയിരുന്നില്ല. അതുകൊണ്ട് ആ ഗോത്രപ്രകാരമുള്ള, പാരമ്പര്യപ്രകാരമുള്ള പുരോഹിതനല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു അഴിഞ്ഞു പോകാത്ത ജീവനാൽ ഉളവായ ആ നിത്യമായിരിക്കുന്ന ഒരു പുരോഹിതനാണ് യേശുക്രിസ്തു എന്ന് സ്ഥാപിക്കുവാൻ മൽക്കിസെദേക്കിനെ ഉദാഹരണമായി ഉദ്ധരിച്ചുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ അത് ഈ മൽക്കിസെദേക്ക് നിഗൂഢമായ മനുഷ്യനാണെന്ന് പറയാനുള്ള കാരണം, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ഈ പിതാവില്ലാതെയും മാതാവില്ലാതെയും അത്ഭുതകരമായി ജനിച്ച ആളാണ് മൽക്കിസെദേക്ക് എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ എബ്രായ ലേഖന കർത്താവ് പഴയ നിയമരേഖകളെയെല്ലാം നന്നായി പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ പഴയ നിയമരേഖകളെല്ലാം അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണമെല്ലാം പഠിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പരിശോധിക്കുമ്പോൾ ഈ മൽക്കിസെദേക്ക് എവിടെ ജനിച്ചു, ആരിൽ നിന്ന് ജനിച്ചു, എങ്ങനെ ജനിച്ചു, എങ്ങനെ ഇവൻ രാജാവായി, എങ്ങനെ പുരോഹിതനായി എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ ഏത് വംശാവലിയിൽ ജനിച്ചവനാണ് എന്ന് പഴയ നിയമരേഖകളിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും എടുക്കുമ്പോൾ ഇന്ന ഗോത്രത്തിൽ ഇന്ന പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന വംശാവലിയിൽ നിന്ന് ജനിച്ചവനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ, അതിൽ ലേവി ഗോത്രത്തിൽ നിന്ന് പുരോഹിതന്മാർ, അങ്ങനെ പിതാക്കന്മാരെയും വംശാവലിയെയും ആ പാരമ്പര്യത്തെയും എല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ശാലേം രാജാവായിരുന്ന മെൽക്കിസെദേക്കിനെ കുറിച്ച്
അവൻ്റെ പിതാവ് ആരാണെന്നും അവൻ്റെ മാതാവ് ആരാണെന്നും അവൻ്റെ വംശാവലി എന്താണെന്നും പഴയ നിയമരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അവന് പിതാവില്ല, മാതാവില്ല, അവന് വംശാവലിയില്ല എന്ന്. അപ്പം പിതാവും മാതാവും ഇല്ലാതെ ഇവൻ അത്ഭുതകരമായി ജനിച്ച വ്യക്തിയാണെന്നല്ല എൻ്റെ അർത്ഥം. പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊന്നും അവനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം ഈ വംശാവലി പ്രകാരമല്ല, പാരമ്പര്യപ്രകാരമല്ല ഇവൻ പുരോഹിതനായത്. അതുകൊണ്ടാണ് അവന് വംശാവലി ഇല്ല എന്ന് പറയുന്നത്. അവൻ്റെ അപ്പൻ പുരോഹിതനായതുകൊണ്ട് അവൻ പുരോഹിതനായതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുരോഹിതനായ മൽക്കിസദേക്കിന് പുരോഹിതനായ പിതാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാരമ്പര്യപ്രകാരം പിതാവിൽ നിന്ന് പുത്രൻ പുരോഹിതനാകുന്ന ക്രമപ്രകാരമല്ല മൽക്കിസദേക്ക് പുരോഹിതനായത്. ദൈവം നേരിട്ട് പുരോഹിതനായി നിയോഗിച്ച വ്യക്തിയാണ് മൽക്കിസദേക്ക്. അതുകൊണ്ട് മൽക്കിസദേക്കിൻ്റെ പുത്രന്മാരായിട്ട് പിന്നീട് ആരും പുരോഹിതന്മാരുമായിട്ടില്ല. അതുകൊണ്ടാണ് അത് പാരമ്പര്യപ്രകാരമുള്ള പുരോഹിതനല്ലാത്തത് കൊണ്ടാണ് മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവും പുരോഹിതനാണെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പിതാവ് പുരോഹിതനായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ഗോത്രം പൗരോഹിത്യ ഗോത്രമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ വംശാവലി പുരോഹിത വംശാവലിയുമായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മൽക്കിസദേക്കിനും ഉണ്ടായിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല എന്ന് പറയുന്നത്. അവൻ ജീവാരംഭത്തെക്കുറിച്ചും അവൻ്റെ ജീവ അവസാനത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഗിലെയാദിയിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് എന്ന് പറയുമ്പോൾ ഏലിയാവ് പ്രവചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ അപ്പൻ ആരാന്നോ അമ്മ ആരാന്നോ ഏലിയാവ് എവിടെ വളർന്നു എന്നോ ജനിച്ചു എന്നോ ഒന്നും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നതുപോലെ തന്നെ ഈ വംശാവലിയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരു വംശാവലി പ്രകാരം അവൻ പുരോഹിതനായതല്ല, പാരമ്പര്യപ്രകാരം അവൻ പുരോഹിതനായല്ല, ഒരു ഗോത്രപ്രകാരം അവൻ പുരോഹിതനായതല്ല. അപ്പോൾ തന്നെ അവൻ പുരോഹിതനും രാജാവുമായിരുന്നു എന്നുള്ളതാണ്. അത് എടുത്തു കാണിച്ചുകൊണ്ടാണ് ആ ക്രമപ്രകാരം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവും പുരോഹിതനായിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ യേശുക്രിസ്തുവിൻ്റെ പിതാക്കന്മാരാരും പുരോഹിതന്മാരായിരുന്നില്ല. യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ സന്തതി പരമ്പരകളായിട്ടും പിന്നെ പുരോഹിതന്മാരില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ മൽക്കിസേദേക്കിന് ഒരേ സമയം രാജാവായിരുന്നതുപോലെയും ഒരേ സമയം പുരോഹിതനായിരുന്നതുപോലെയും യേശുക്രിസ്തുവും ഒരേ സമയം രാജാവും ഒരേ സമയം അവനും പുരോഹിതനാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് മൽക്കിസേദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും പുരോഹിതനാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പുരോഹിതന്മാരും ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്തിൽ ഉളവായത് നിയമിക്കപ്പെട്ടതുമായ പുരോഹിതന്മാരാണ്. എന്നാൽ യാതൊരു പ്രമാണത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ ദൈവം നിയോഗിച്ച പുരോഹിതനാണ് മൽക്കിസേദക്ക്. ആ ക്രമപ്രകാരമാണ് യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരു പ്രമാണത്താലല്ല യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത്, ജീവന്റെ ശക്തിയാൽ ഉളവാക്കിയ ഒരു പുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. അതിന് മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറയാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, മൽക്കിസേദക്കിന് വംശപരമായിട്ട് പാരമ്പര്യപരമായിട്ട് പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചവനല്ല മൽക്കിസേദക്ക്. രണ്ടാമത്, മൽക്കിസേദക്കിന് ശേഷം മൽക്കിസേദക്കിൻ്റെ കുടുംബത്തിൽ നിന്ന് പുരോഹിതന്മാരുണ്ടായിട്ടില്ല. അതാണ് മൽക്കിസേദക്കിൻ്റെ ഒരു ക്രമം. രണ്ടാമത്തേന്ന് പറയുന്നത്, മൽക്കിസേദക്ക് ഒരു സമയം രാജാവും ഒരു സമയം പുരോഹിതനുമായിരുന്നു. അത് അത്ഭുതകരമായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു രണ്ട് പദവികളാണ്. അങ്ങനെയുള്ള പദവിയുള്ള ഒരു വ്യക്തി മൽക്കിസേദക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അപൂർവമായ മനുഷ്യനാണ് മൽക്കിസേദക്ക്. ആ ക്രമപ്രകാരമാണ് യേശുക്രിസ്തുവും പുരോഹിതനായിരിക്കുന്നത്. ഒരേ സമയം രാജാവും ഒരേ സമയം അവൻ പുരോഹിതനുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് പാരമ്പര്യപ്രകാരം പുരോഹിതനായതല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട
പുരോഹിതനാണ് യേശുക്രിസ്തു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ട പുരോഹിതനായ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരോഹിതനാണെന്ന് കാണിക്കാനാണ് മൽക്കിസദേക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അവന് പിതാവും ഇല്ല, മാതാവും ഇല്ല, ജീവാരംഭവും ഇല്ല, ജീവാവസാനവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്ത വ്യക്തി ദൈവമാണ്. മൽക്കിസദേക്ക് ദൈവമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവനെക്കുറിച്ച്, അവൻ്റെ ജീവാരംഭത്തെക്കുറിച്ചോ ജീവാവസാനത്തെക്കുറിച്ചോ അവൻ്റെ പിതാക്കന്മാരെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ വംശപാരമ്പര്യത്തെക്കുറിച്ചോ പഴയ നിയമ രേഖകളിൽ ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് എബ്രായ ലേഖന കർത്താവ് അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല എന്ന് പറയുന്നതിൻ്റെ സാരമതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സൗരസാരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, മൽക്കിസദേക്ക് എന്ന് പറയുന്ന ആ വ്യക്തി അത്ഭുത മനുഷ്യനായി പിറന്നതുകൊണ്ടല്ല, അവനൊരു അത്ഭുതവാനായി ഒളിച്ചിരിക്കുന്നവനുമല്ല, അവനൊരു നിഗൂഢനായ മനുഷ്യനുമല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് യാഗം കഴിക്കുന്നത് കുടുംബത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ ഒരു കുടുംബത്തിന് യാഗം കഴിക്കുന്ന ആ വ്യക്തിയെ പുരോഹിതൻ, അവൻ കുടുംബത്തിനും പുരോഹിതനായിരിക്കും. ആ കുടുംബം വളർന്ന് ഗോത്രങ്ങളായി കഴിയുമ്പോൾ ആ ഗോത്രത്തിന് വേണ്ടി യാഗം കഴിക്കുന്നതും ആ പുരോഹിതനായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആ ഗോത്രം, ഒരു കുടുംബം, അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന കുടുംബനാഥൻ അവനായിരിക്കും ആ ഗോത്രം വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ രാജാവ്. അപ്പോൾ അങ്ങനെ ആ രാജാവും ആ പുരോഹിതനും ഒരാളായിരിക്കുന്നത് പോലെ തന്നെ യേശുക്രിസ്തുവും രാജാവും പുരോഹിതനുമായിരിക്കുന്നു എന്ന് കാണിക്കാനാണ് എബ്രായ ലേഖന കർത്താവ് ആ ഉദ്ധരണി എടുത്ത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ദൈവതുല്യമാണ് അല്ലെങ്കിൽ ദൈവമാണ് മൽക്കിസദേക്ക് എന്ന് പറയാനല്ല അവർ വംശാവലിയില്ല, പിതാവില്ല, മാതാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജഡസംബന്ധമായ കൽപ്പനകളാൽ ഉളവായ പുരോഹിതനല്ല. മൽക്കിസദേക്കും അങ്ങനെയുള്ള പുരോഹിതനായിരുന്നില്ല. അതുകൊണ്ടാണ് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു പുരോഹിതനായിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മൽക്കിസദേക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഒരു നിഗൂഢമായ മനുഷ്യനല്ല, മറിച്ച് അവന് ദൈവം നിയോഗിച്ച ഒരേ സമയത്ത് രണ്ട് അധികാരത്തോടു കൂടി അല്ലെങ്കിൽ രണ്ട് പദവിയോടു കൂടി അവൻ ജീവിച്ച അതേ ക്രമപ്രകാരമാണ് യേശുക്രിസ്തുവിനെയും ദൈവം നിയമിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തുദ്ധരിച്ച കാര്യങ്ങളാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വേദപുസ്തകം എബ്രായ ലേഖനം ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിലും അല്ലാതെ മൽക്കിസദേക്കിനെ കുറിച്ച് വേറെ ഒരു സ്ഥലത്തും പറയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മൽക്കിസദേക്ക് ഒരു നിഗൂഢ മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൻ നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. അവന് ദൈവം നൽകിയ രണ്ട് പദവികളുണ്ടായിരുന്നു. ഒരേ സമയം അവൻ രാജാവും അതേസമയം തന്നെ അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുരോഹിതനുമായിരുന്നു. ആ ക്രമപ്രകാരം യേശുക്രിസ്തുവും ആയിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.